കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇടുക്കി തൊപ്പിപ്പാള നിവാസികൾ. കാട്ടാനകളെ തടയാൻ കിടങ്ങുകളും വൈദ്യുത വേലിയും വേണമെന്നുള്ള കാലങ്ങളായുള്ള ആവശ്യവും ഇതുവരെ നടപ്പായിട്ടില്ല. ഇതോടെ രാത്രിയിലും ഉണർന്നിരിക്കേണ്ട അവസ്ഥയിലാണ് ഈ നാട്ടുകാർ. തൊപ്പിപ്പാള നിവാസികൾ കാട്ടാനകളെ തുരത്താൻ പല അടവും പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫലം താൽക്കാലികം മാത്രമാണ്. വിരട്ടി ഓടിച്ചാലും കാട്ടാനകൾ വീണ്ടും മടങ്ങിയെത്തും, കൃഷി നശിപ്പിക്കും. അതിലും വലുതാണ് ഭയം. സന്ധ്യ മയങ്ങിയാൽ ഉറ്റവർ വീടണയും വരെ വീട്ടിലിരിക്കുന്നവർക്ക് ആദിയാണ്. മെയിനായിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ഈറ്റ ഇല്ലി മുഴുവനായിട്ട് പൂത്തുപോയി. അപ്പോൾ ഈറ്റ ഇല്ലിയും പൂത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് നശിച്ചു പോകുമല്ലോ. അപ്പോൾ ആനകൾക്കൊന്നും ആവശ്യമായ തീറ്റയില്ല. അതുകൊണ്ടാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇത് ഇറങ്ങുന്നത്. വനാതിർത്തിയിൽ നിന്നാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാൻ പോകാൻ പോലും ഭയമാണ്. സോളാർ ഫെൻസിങ്ങും ട്രെഞ്ചും മാത്രമാണ് ശാശ്വത പരിഹാരമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നെങ്കിൽ ഫെൻസിങ് വേലി അല്ലെങ്കിൽ ട്രഞ്ച്, ഈ രണ്ടിലേതെങ്കിലും ആണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇത് ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അടിയന്തരമായി തേക്കും പ്ലാന്റേഷനിലെ അടിക്കാടുകൾ വെട്ടിനീക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദൈനംദിന ഇതിലെ ഈ റോഡിലൂടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. കുട്ടികളടക്കം നിരവധി ആൾക്കാർ യാത്ര ചെയ്യുന്ന, രാത്രിയും പകലും ഒക്കെ സഞ്ചാരികളുണ്ട്. കാട്ടുപന്നികളുടെ ശല്യം നേരത്തെ നിലനിൽക്കുന്ന മേഖല കൂടിയാണിത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.